Hi students, today we will discuss some more things about the NMR spectroscopy, that is the peak area or the intensity of a peak, then splitting of signals and some rules for the splitting of signals and coupling constant. Okay, then first one, what are the significance or what is the significance of this peak area or the intensity of a peak in NMR spectrum? എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Okay, an area under an NMR signal that depends upon the number of protons from which each peak is originating. ഒരു particular peak originate ചെയ്തിരിക്കുന്നത് ഏത് പ്രോട്ടോണിൽ നിന്നാണോ അല്ലെങ്കിൽ ഏത് കാർബണിൽ നിന്നാണോ എന്നിട്ടുള്ള ആ കാർബണിനകത്ത് എത്ര പ്രോട്ടോണുകൾ ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദാറ്റ് നമുക്ക് ഏരിയ, ഒരു പീക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ പീക്ക് വന്ന പ്രോട്ടോണുകളുടെ എണ്ണത്തെയാണ്. നമ്മൾ ഈ ഏരിയ എന്തിനാണ് എടുക്കുന്നത്? ദ ഏരിയ അണ്ടർ ദ കർവ് ഇറ്റ് വിൽ പ്രൊവൈഡ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ പീക്ക്. ആ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റിയെയാണ് ഏരിയ കൊണ്ട് ഒരു NMR സിഗ്നലിൻ്റെ ഏരിയ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് ഇപ്പം ക്ലിയർ ആക്കി മനസ്സിലാക്കിയേക്കുക എന്താണ് ദ ഏരിയ അണ്ടർ ആൻ NMR സിഗ്നൽ ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നമ്പർ ഓഫ് പ്രോട്ടോൺ ഫ്രം വിച്ച് ഈച്ച് പീക്ക് ഈസ് ഒറിജിനേറ്റിംഗ്. ഓക്കെ, 2-3 എക്സാമ്പിൾസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഫോർ എക്സാമ്പിൾ CH3 CH2 CH2 Br. ഓക്കെ, ഇത് കോമ്പൗണ്ടിനകത്ത് നിങ്ങൾ തന്നെ പറയുക how many types of protons are present in this compound and how many NMR signals we obtained. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് പറഞ്ഞേ. ഞാൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ തന്നെ മനസ്സിലാക്കി ഒന്ന് പേപ്പറിൽ എഴുതാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നത് വെച്ചിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം അപ്പം എങ്ങനെയാണെന്ന്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? CH3 CH2 CH2 Br. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇതിനകത്തെ എത്ര പ്രോട്ടോണുകളുണ്ട്. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി ടൈപ്പ്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഹിയർ. അപ്പം ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ CH3 ഉണ്ട്, 2 CH2 ഗ്രൂപ്പും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഇക്വലൻ്റ് ആൻഡ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോണുകളെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ എന്തായാലും CH3 ദാറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ് വൺ. അപ്പം CH3ക്ക് ഒരു പീക്ക് ഉണ്ടായിരിക്കും. അപ്പം ആ പ്രോട്ടോൺ എന്ന് പറയുന്നത് A. ഓക്കെ, അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 2 CH2 ഉണ്ട്, ആ 2 CH2വും ഇക്വലൻ്റ് ആണോ നോൺ ഇക്വലൻ്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും സിമ്പിളായിട്ടൊരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഇനി ആരും മറന്നു പോരുത്. ഈ ഒരു കാര്യം നിങ്ങൾ ബാക്കി എല്ലാത്തിനകത്തും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു കാര്യം ചെയ്യുക. ആദ്യം നിങ്ങൾ അതിനകത്തെ ഫസ്റ്റ് CH2 അതായത് BCH2വിനകത്ത് പോയി നിൽക്കുക. എന്നിട്ട് അവിടെ നിന്നിട്ട് ആ CH2വിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ്, അപ്പുറത്തും ഇപ്പുറത്തും, റൈറ്റ് സൈഡിലും ആൻഡ് ലെഫ്റ്റ് സൈഡിൽ, ഈ 2 സൈഡിലും നിങ്ങൾ 2 സൈഡിലേക്കും നോക്കുമ്പോൾ ആദ്യം എന്താണ് കാണുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് കണ്ടു? ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കറിയാമല്ലോ. ദെൻ തൊട്ടടുത്തതിൽ വരിക. അപ്പോൾ തൊട്ടടുത്ത കാർബണിൽ വരിക. തൊട്ടടുത്ത കാർബണിൽ വന്നപ്പോൾ എന്താണ് അവിടെയും അതുപോലെ നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് CH2 അതായത് ബിയിലിരുന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയപ്പം അവിടെ CH3 ഈസ് പ്രസൻറ്റ് ദെയർ ആൻഡ് റൈറ്റ് സൈഡിലോ CH2 ഈസ് പ്രസൻറ്റ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കി. ദെൻ തൊട്ടടുത്ത കാർബണിൽ വരിക, തൊട്ടടുത്ത CH2വിൽ വരിക, അതായത് CH2വിൽ വരിക. C എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന CH2വിൽ നിങ്ങൾ വന്ന് നിന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലെയും നോക്കുക. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് നോക്കിയപ്പം അവിടെ ഒരു CH2 ഈസ് പ്രസൻറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഒരു Br ഈസ് പ്രസൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ 2 CH2വും ഡിഫറൻ്റ് ആണ് അല്ലേ? നമ്മൾ കണ്ട കാഴ്ച 2 അല്ലേ? അപ്പോൾ ഏതിനെയാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് തൊട്ടപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്ന കാഴ്ച എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരേപോലെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബോത്ത് ആർ സെയിം അല്ലെങ്കിൽ ബോത്ത് ആർ ഇക്വലൻ്റ് പ്രോട്ടോൺസ്. ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഒരിടത്ത് ബ്രോമിനും ഇപ്പുറത്തൊരു CH3 അങ്ങനെ വന്നിരിക്കുന്ന കാരണം നമുക്ക് മനസ്സിലായി 2 അതുകൊണ്ടാണ് ABC എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇതിൽ എത്ര, അപ്പോൾ ദെൻ വി നോ ദാറ്റ് എത്ര സിഗ്നൽ കിട്ടും? 3 പേരുള്ളതുകൊണ്ട് വി വിൽ ഗെറ്റ് 3 സിഗ്നൽസ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിനകത്തെ പൊസിഷൻ മനസ്സിലാക്കണം.
അതാണ് അടുത്ത ഒരെണ്ണം കിട്ടുക, അടുത്ത ജോലി. അപ്പോൾ പൊസിഷൻ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? പൊസിഷൻ അറിയണമെങ്കിൽ ഇതിനകത്തെ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ബ്രോമിൻ ഈസ് എ ഇലക്ട്രോനെഗറ്റീവ് ആണ്. അപ്പോൾ ആ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ബ്രോമിൻ ഈസ് അറ്റാച്ച്ഡ് ടു വൺ ഓഫ് ദി CH2 groups, അതായത് CCH2 ആയിട്ട് ബ്രോമിൻ ഈസ് അറ്റാച്ച്ഡ്. ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് പ്രസൻറ്റ് നൈബർ ടു ദിസ് CH2 ഗ്രൂപ്പ്, that CCH2 will be shielded, more shielded. ഷീൽഡിങ് ഇപ്പുറത്തോട്ട് വരുമെങ്കിലും പക്ഷേ ഇതിനായിരിക്കും ഷീൽഡിങ് കൂടുതൽ, തൊട്ടടുത്തല്ലേ നിൽക്കുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് ദിസ് CH2 ഈസ് മോർ ഷീൽഡഡ്, ഡീഷീൽഡഡ്, ഷീൽഡഡ് അല്ല ഡീഷീൽഡഡ്, മോർ ഡീഷീൽഡഡ്. ബിക്കോസ് ഓഫ് ദിസ് ഡീഷീൽഡിങ് അതിൻ്റെ പീക്ക് എവിടെ ആയിരിക്കും? ഡീഷീൽഡഡ് പ്രോട്ടോണുകളുടെ പീക്ക് എവിടെ ആയിരിക്കും വരിക? ഡീഷീൽഡഡ് പ്രോട്ടോണുകളുടെ പീക്ക് ഡ്യൂ ടു ദിസ് C will be obtained in the downfield region, that is in the left hand side of the NMR spectrum. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ സ്പെക്ട്രത്തിനകത്ത് ഏറ്റവും ഈ കോമ്പൗണ്ടിന് ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ പീക്ക് ആരുടെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. CH2Br അല്ലെ സിയുടെ ആണെന്നുള്ളത് നമ്മൾ ക്ലിയർ ആക്കി. ഓക്കെ, ഇനി അടുത്ത് CH3 എവിടെ വരും, CH2 എവിടെ വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ചിട്ട് ഇപ്പം ഡീഷീൽഡിങ് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഷീൽഡിങ്ങിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാം. അതായത് ഇതിൽ മോർ ഷീൽഡഡ് ആരായിരിക്കും? ബ്രോമിൻ വന്നിട്ടുണ്ടെങ്കിലും ബ്രോമിൻ നമ്മുടെ CH3യിൽ നിന്നും അകലെയായിട്ടല്ലേ നിൽക്കുന്നത്, അതിൻ്റെ ഇടയിൽ 2 CH2 കഴിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന സോൾജിയേഴ്സിൻ്റെ എണ്ണം കൂടുതലല്ലേ, 2 CH2 വന്നിരിക്കുകയല്ലേ ബ്രോമിനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, ബ്രോമിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. അപ്പം therefore this CH3 is more shielded. അപ്പോൾ CH3യുടെ ഷീൽഡിങ് വന്നു. തൊട്ടടുത്ത് നിൽക്കുന്ന CH2വിന് കുറച്ച് ഷീൽഡിംഗ് ഒക്കെ ഉണ്ട്, തൊട്ടിപ്പുറത്ത് CH2 ഉള്ളതുകൊണ്ട്. അപ്പോൾ അത് തൊട്ടടുത്ത് വരും. അതും കഴിഞ്ഞിട്ടാണ് CH2Br. അപ്പോൾ CH2Br ശരിക്കും പറഞ്ഞാൽ ഡീഷീൽഡഡ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ പീക്ക് എവിടെ വന്നത്? ഏറ്റവും ലെഫ്റ്റ് സൈഡിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ആ സ്പെക്ട്രം എങ്ങനെ ആയിരിക്കും കിട്ടുക? therefore we will get the spectrum like this. TMS. അപ്പോൾ എപ്പോഴും സ്പെക്ട്രം എഴുതുമ്പോൾ നമ്മൾ TMSനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കണം. 0യിൽ TMS കാണും, തൊട്ടടുത്തായിട്ട് ആരുടെ പീക്കും കാണും? മോർ ഷീൽഡഡ് ആയിട്ടുള്ള CH3 പ്രോട്ടോണിൻ്റെത് കാണും, ദെൻ CH2 BCH2ൻ്റെത് കാണും, ലാസ്റ്റിലായിട്ട് CH2Brൻ്റെത് ഏറ്റവും ലാസ്റ്റിലായിട്ടും ഉണ്ടായിരിക്കും. സ്പെക്ട്രം വിൽ ബി ലൈക്ക് ദിസ്. അപ്പം ഇങ്ങനെ ആയിരിക്കും. നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയേണ്ടത്? ഏരിയ അണ്ടർ ദ പീക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സ്പെക്ട്രം മനസ്സിലാക്കി. ഇവിടെ നമ്മുടെ പീക്ക് എ, സിൻസ് ദിസ് പീക്ക് എ ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം വിച്ച് പ്രോട്ടോൺ? ആ പീക്ക് എ അവിടെ വരാൻ കാരണം ആരാണ്? CH3 പ്രോട്ടോണുകളായിരുന്നു. CH3ക്കകത്തുള്ള പ്രോട്ടോൺ, ഫസ്റ്റ് എയിലെ പ്രോട്ടോണുകളാണ്. ബിക്കോസ് ഓഫ് ദാറ്റ് പ്രോട്ടോൺസ് വി ഗെറ്റ് ദിസ് സ്പെക്ട്രം, ദാറ്റ് പീക്ക് എ. എ വന്നത് CH3യിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദെൻ therefore the relative intensity അല്ലെങ്കിൽ അതിൻ്റെ ഏരിയ, the relative intensity is 3. റിലേറ്റീവ് ഇൻറ്റൻസിറ്റി എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞ്? അതിന് കാരണമായിട്ടുള്ള പ്രോട്ടോണുകളുടെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ അത് വന്നിരിക്കുന്നത് CH3യിൽ നിന്നാണ്. CH3യിലും 3 പ്രോട്ടോൺ, therefore its relative intensity is 3. അങ്ങനെയാണെങ്കിൽ ബിയും സിയുവോ? Similarly, the peak B and C are originating from 2 protons. 2 പ്രോട്ടോണുകളിൽ നിന്നല്ലേ? CH2 രണ്ടിടത്തും CH2. Because of that, we can say that its intensity is 2. Therefore, the ratio, അപ്പോൾ നമുക്കിനി ഇത് വെച്ചിട്ട് ഒരു റേഷ്യോ എഴുതാം. Therefore, the ratio of the peak area or the relative intensity have been found to be 2:3. അതായത് സിയുടെ 2, അടുത്ത ബിയുടെ 2, ദെൻ എയുടെ 3. അതായത് 2:3. ദ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി റേഷ്യോ ഈസ് 2:3. ഇങ്ങനെയാണ് നമ്മുടെ ഏരിയ പറയുക. ക്ലിയർ ആയില്ലേ? ഒരു എക്സാമ്പിളും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ CH3 CHBr CH3. ഇതേപോലെ തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ബ്രോമിൻ ഈസ് അറ്റാച്ച്ഡ് ടു ദ സെക്കൻഡ് കാർബൺ. അപ്പോൾ നമുക്ക് എങ്ങനെ, നമ്മൾ ഇപ്പോൾ ഞാനവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എന്നാലും നിങ്ങളതൊന്ന് എടുത്തു നോക്കിയേ. എത്ര ടൈപ്പ് പ്രോട്ടോണുകളുണ്ട്, എത്ര NMR സിഗ്നൽസ് കിട്ടും എന്നൊക്കെ ഉള്ളതൊന്ന് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിനോട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കിയേ എത്ര പ്രോട്ടോണുകൾ ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ നമ്മൾ നോക്കുക ഫസ്റ്റ്. അപ്പോൾ ഇവിടെയും ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് കാണുന്ന 2 CH3
അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അപ്പുറവും ഇപ്പുറവും 2 CH3 ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ചിലരുടെ മനസ്സിൽ കൂടെ പോയിട്ടുണ്ടാവുക 3 സിഗ്നൽ, കാരണം 3 ABC എന്ന് പറഞ്ഞിട്ട് ഉള്ള അങ്ങനെ ചിന്തിക്കാം, അതല്ലെങ്കിൽ 2 ഇങ്ങനെ ചിന്തിക്കാം. പക്ഷേ ഇത് എങ്ങനെ ക്ലിയർ ആയിട്ട് നമുക്ക് എഴുതാം? ഞാനിപ്പോൾ പറഞ്ഞെന്ന് അതേ മെത്തേഡ് ചെയ്യാം. നിങ്ങൾ ആദ്യം ഫസ്റ്റ് CH3 ഒരു സ്ഥലത്ത് ചെന്ന് നിന്നിട്ട് അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലേക്കും നോക്കുക. അപ്പോൾ നമ്മളിപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരു സൈഡിൽ എന്തായാലും ആരുമില്ല, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയപ്പോൾ അവിടെ ഒരു CHBr ഈസ് പ്രസൻറ്റ് ദെയർ. അപ്പോൾ അതാണ് നിങ്ങൾ അതിനെക്കുറിച്ച് അവിടെ നിന്നപ്പോൾ കണ്ടത്. ഇതേപോലെ ലാസ്റ്റ് വണ്ണിൽ പോയി നിന്ന് നോക്കുക. ലാസ്റ്റ് വണ്ണിൻ്റെയും ഒരു സൈഡിലോട്ട് ആരുമില്ല, ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുമ്പോഴോ അവിടെ നിങ്ങൾ കണ്ടത് ആരെയാണ്? CHBr. അപ്പോൾ അത് രണ്ടും സെയിം അല്ലേ? അപ്പോൾ thus we can say that these both CH3 protons are equivalent protons. അതുകൊണ്ടാണ് നമ്മൾ അത് രണ്ടിനെയും A എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ CH is obviously നോൺ ഈക്വലൻ്റ് ടു 1 അല്ലേ? ഇത് മറ്റേ CH3 ആയിട്ടൊന്നും സിമിലർ അല്ല. അപ്പം 2 ടൈപ്പ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഹിയർ. ദെയർഫോർ വി വിൽ ഗെറ്റ് 2 NMR സിഗ്നൽസ്. 2 സിഗ്നൽ കിട്ടും എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിൽ നമ്മൾ അറിയേണ്ട എന്താണ്? ആരാണ് ഡീഷീൽഡഡ് അല്ലെങ്കിൽ ഏതാണ് ഷീൽഡഡ് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഹിയർ ദ ബ്രോമിൻ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കും. അപ്പം ഹിയർ ദിസ് ബ്രോമിൻ ഈസ് അറ്റാച്ച്ഡ് ടു B, അല്ലെങ്കിൽ CH ആയിട്ടാണ് ബ്രോമിൻ ഈസ് അറ്റാച്ച്ഡ്. Thus we can say that this B is more de-shielded. മറ്റേനകത്തേക്ക് ബ്രോമിൻ്റെ എഫക്റ്റ് ഒക്കെ കുറച്ചൊക്കെ കിട്ടുമെങ്കിലും പക്ഷേ അത് ഷീൽഡഡ് ആണ്. ഈ കമ്പയർഡ് ടു CH ഇറ്റ് ഈസ് ഷീൽഡ്, ഒരു പരിധി അത്രയും ഡീഷീൽഡിങ് അങ്ങോട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. മോർ ഡീഷീൽഡഡ് ആയിട്ട് വരുന്നത് B ആണ്. Then the peak corresponding to B will be obtained in which region? Obtained in the downfield region. നമ്മുടെ NMR സ്പെക്ട്രം എടുത്ത് നോക്കുമ്പം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലായിട്ടായിരിക്കും ബിയുടെ പീക്ക് കിട്ടുക. പിന്നെ ഒരാളൂടെ ഉള്ളൂ CH3യുടെ ഇക്വലൻ്റ് പ്രോട്ടോൺ, അതിൻ്റെ തൊട്ടിപ്പുറത്തും കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ പീക്ക് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് വരച്ചു നോക്കിയേ എങ്ങനെ വരും എന്നുള്ളത്. Then the spectrum will be like this. TMS തൊട്ടടുത്തായിട്ട് ബിയുടെ സിഗ്നൽ, എയുടെ സിഗ്നൽ, തൊട്ടിപ്പുറത്തായിട്ട് ബിയുടെ സിഗ്നൽ, ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ആ ഡെൽറ്റയും കൂടെ താഴെ സ്കെയിലും കൂടെ മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഷീൽഡിങ് ഡീഷീൽഡിങ് എങ്ങനെ വരുന്നു, ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഓർമ്മയില്ലാത്തവർ ആ വീഡിയോ ഒന്നും കൂടെ കണ്ട് നന്നായിട്ട് പഠിച്ചുകൊള്ളാം. ഓക്കെ, ദെൻ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇനി നമുക്കിതിൻ്റെ ഏരിയ പറയണം. നമ്മൾ ഏരിയ പറഞ്ഞില്ലല്ലോ, അപ്പം അത്രയും നമുക്ക് ക്ലിയർ ആയി. ഇനി നമുക്ക് ഏരിയയും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ B പ്രോട്ടോൺ അല്ലെങ്കിൽ ദ പീക്ക് B ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ആ പീക്ക് B, അത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം 1 പ്രോട്ടോൺ. ആ CHനകത്തുള്ള ഒരു പ്രോട്ടോൺ, അതിൽ നിന്നാണ് B വന്നത് അല്ലേ? Therefore its relative intensity is 1. അപ്പം ഫസ്റ്റ് ബിയുടെ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി 1 ആണ്. അങ്ങനെയാണെങ്കിൽ എയുടേതോ? ദിസ് എ ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ഫ്രം ഹൗ മെനി പ്രോട്ടോൺസ്? എ എവിടെ നിന്ന്? ഇവിടാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നത്. നിങ്ങൾ നോക്കുമ്പം 2 CH3 രണ്ടും സെയിം അല്ലേ, അവന് ഒരു പീക്കല്ലേ കിട്ടിയുള്ളൂ? അത് അങ്ങനെയല്ല, അത് രണ്ടിടത്തും ഉള്ള ഹൈഡ്രജനുകളും കൂടെ ചേർന്നിട്ടാണ് വി വിൽ ഗെറ്റ് ദ പീക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ദ പീക്ക് ബി ദാറ്റ് ഈസ് ഒറിജിനേറ്റിംഗ് ആക്ച്വലി ഫ്രം 6 പ്രോട്ടോൺസ്. ഒരു CH3 ഇപ്പുറത്തും ഒരു CH3, ഈ 2 CH3യിലും ഉള്ള പ്രോട്ടോണുകൾ ചേർന്നിട്ടാണ് ആ ഒരു പീക്ക് വന്നിരിക്കുന്നത്. Therefore its relative intensity is 6. അപ്പം CH3യുടെ ആ പീക്ക് എയുടെ റിലേറ്റീവ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 6 ആണ്. Thus we can say the ratio. Therefore the ratio of the peak area or the relative intensity have been found to be ഏതൊക്കെയായിരിക്കും? 1:6 ആയിരിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പീക്ക് ഏരിയ റെപ്രസെൻറ്റ് ചെയ്തത്. ഒരു പീക്കിന് കാരണമായിട്ടുള്ള പ്രോട്ടോണുകളുടെ എണ്ണം, അതാണ് നമ്മൾ അതിൻ്റെ പീക്ക് ഏരിയ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൽ CH3 ഇവിടെ 2 എണ്ണം വന്നിട്ടുള്ളത് കൊണ്ടാണ്, രണ്ടിനും കൂടെ ആയിട്ട് ഒരു പീക്ക് വന്നതായതുകൊണ്ടാണ് നമ്മൾ 6 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പം ഇതാണ് പീക്ക് ഏരിയ. ഈ പീക്ക് ഏരിയ ശരിക്കും എന്തിനാണ് നമ്മൾ എടുക്കുന്നത്? നമ്മുടെ പീക്കിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് വി ആർ യൂസിങ് ദിസ് പീക്ക് ഏരിയ.
Okay, then the next part is the splitting of signals. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ശ്രദ്ധിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എന്താണ് സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽസ്? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു എന്താണ്, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നോൺ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് നോൺ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് NMR സിഗ്നൽസ്. അപ്പം നമുക്കറിയാം, വി അസ്യൂം ദാറ്റ് വൺ ടൈപ്പ് ഓഫ് പ്രോട്ടോൺ വിൽ ഗീവ് റൈസ് ടു വൺ സിഗ്നൽ or one peak in the NMR spectrum. ഒരു ടൈപ്പ് പ്രോട്ടോൺ ഒരു NMR സിഗ്നൽ നമുക്ക് തരും. ഇത് നമ്മളിപ്പം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ക്ലിയർ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതായത് നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിനകത്ത് ചിലപ്പോൾ ഒരു പീക്ക് ആയിരിക്കില്ല കാണുക. അത് വന്നത് ഒരിക്കലും അതൊന്നും തെറ്റായിട്ടുള്ള കാര്യമല്ല. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു പ്രോട്ടോണിന് ഒരു സിഗ്നൽ എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് സിഗ്നൽ വിൽ സീൻ ഓൺലി ഇൻ എ ലോ റെസൊല്യൂഷൻ NMR. നിങ്ങൾ എടുക്കുന്നത് ലോ റെസൊല്യൂഷൻ NMR ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു സിഗ്നൽ, ഒരു പ്രോട്ടോണിന് ഒരു സിഗ്നൽ ആ രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, that means here the signals are not fully resolved. കംപ്ലീറ്റ്ലി റിസോൾവ്ഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റാത്തത്. ഓക്കെ, ഹൈ റെസൊല്യൂഷൻ NMR അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്, ലോ റെസൊല്യൂഷൻ NMR ആണ്. ദാറ്റ് ഈസ് വി കനോട്ട് സീ ദ സ്പ്ലിറ്റിംഗ് ഇൻസൈഡ് ഈച്ച് സിഗ്നൽസ്. ഒരു സിഗ്നലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സിഗ്നൽ തന്നെ വീണ്ടും അതിനകത്ത് ചെറിയ സിഗ്നലുകൾ വേറെ ഉണ്ട്. അത് നമുക്ക് ലോ റെസൊല്യൂഷൻ NMR എടുത്തപ്പോൾ കാണാൻ പറ്റാത്തതാണ്. അപ്പം അതും കൂടെ ആദ്യമേ നമ്മൾ പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറഞ്ഞത്, ഒരു പ്രോട്ടോൺ ആണെങ്കിൽ ആ ഒരു പ്രോട്ടോണിന് ഒരു ടൈപ്പ് പ്രോട്ടോണിന് ഒരു സിഗ്നൽ ഉണ്ടായിരിക്കും. അത് നമുക്ക് അങ്ങനെ ഒറ്റ സിഗ്നലായിട്ട് കാണാൻ പറ്റുന്നത് എപ്പോൾ മാത്രമാണ്, ഇഫ് വി ആർ ടേക്കിംഗ് ദി ലോ റെസൊല്യൂഷൻ NMR. ബട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു ഹൈ റെസൊല്യൂഷൻ, നിങ്ങൾക്ക് ഇനി സ്പ്ലിറ്റിംഗ് അവിടെ കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? If we are taking the high resolution NMR, നമുക്ക് low resolution എടുക്കാം, high resolution എടുക്കാം. If we are taking the high resolution NMR, then we can see that the resonance corresponding to each hydrogen will split into several peaks. Resonance means peak, അതിനെ ഉദ്ദേശിച്ച്. Okay, if we are taking the high resolution NMR, നിങ്ങൾ എടുക്കുന്നത് high resolution NMR ആണെങ്കിൽ, high resolution NMR നമ്മൾ എടുക്കുമ്പോൾ then we can see എന്താണ്, the peak corresponding to or resonance corresponding to each hydrogen will split into several peaks. അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു പീക്ക് കുഞ്ഞു ചെറിയ പീക്കുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഹൈ റെസൊല്യൂഷൻ NMRനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇനി അത് വരാനുള്ള കാരണം എന്താണ്? അതിനി ചുമ്മാ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യുമോ, എത്ര എണ്ണമായിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യും, അതിനുള്ള ആ കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കിന്ന് പഠിക്കണം. അപ്പോൾ എന്തായിരിക്കും അതിന് റീസൺ? ദിസ് മേ ബി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നൈബറിങ് ഹൈഡ്രജൻ. ദ സിഗ്നൽ വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു സെവറൽ പീക്സ്. അതായത് ഒരു പീക്ക് നിങ്ങൾക്ക് കിട്ടി, ആ പീക്കിന് അവിടെ സ്പ്ലിറ്റിംഗ് വരുന്നത് അതിന് നൈബറിങ് ആയിട്ടുള്ള പ്രോട്ടോണുകളെ അനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ദിസ് ഫിനോമിനൺ ഈസ് നോൺ ആസ് സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽസ്. ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽസ് എന്ന് പറയുന്നത്. അതായത് നൈബറിംഗ് പ്രോട്ടോണുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഒരു പീക്ക് ചെറുതായിട്ട് ചെറിയ പീക്കുകളായിട്ട് സ്പ്ലിറ്റിംഗ് വരുന്നു എങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽസ്. ഫോർ എക്സാമ്പിൾ, when we are looking into the splitting of a particular hydrogen or a particular group of hydrogens, we don't need to look into the number of hydrogen present in that group which give the resonance, but we have to look into the neighborhood. And clear ആയോ? അതായത് ഇപ്പം നമുക്ക് സ്പ്ലിറ്റിംഗ് അറിയണം, അവിടെ ഒരു പീക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, അവിടെ വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് ആ സ്പ്ലിറ്റിങ്ങിന് കാരണം എന്താണ് എന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ സ്പ്ലിറ്റിംഗ്, എൻ്റെ പ്രോട്ടോണുകളുടെ സ്പ്ലിറ്റിംഗ് മനസ്സിലാക്കണമെങ്കിൽ എന്നിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. നമ്പർ ഓഫ് പ്രോട്ടോൺ പ്രസൻറ്റ് ഹിയർ അത് നോക്കണ്ട. എൻ്റെ സമീപത്തായിട്ട് എൻ്റെ നൈബറായിട്ട് എത്ര പ്രോട്ടോണുകളുണ്ട് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എനിക്ക് വന്ന പീക്ക്, ഞാൻ മൂലമുണ്ടായ പീക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? അതായത്
ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി അതൊന്നുകൂടെ വായിച്ചു നോക്കിയേ. വെൻ വി ആർ ലുക്കിംഗ് ഇൻ ടു ദ സ്പ്ലിറ്റിംഗ് ഓഫ് എ പർട്ടിക്കുലർ ഹൈഡ്രജൻ. ഇപ്പം ഞാനൊരു ഹൈഡ്രജൻ ആണെങ്കിൽ എനിക്കൊരു പീക്ക് ഉണ്ട്, ഓക്കെ, ഓർ എ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഹൈഡ്രജൻസ്. നമുക്ക് വി ഡോണ്ട് നീഡ് ടു ലുക്ക് ഇൻ ടു ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ പ്രസൻറ്റ് ഹിയർ. എൻ്റെ കയ്യിൽ എത്ര പ്രോട്ടോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കണ്ട. എനിക്ക് വന്നിട്ടുണ്ടാകുന്ന സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഹൈഡ്രജൻ്റെ പ്രസൻസ് കൊണ്ടോ അവയ്ക്ക് യാതൊരു പങ്കുമില്ല. എനിക്ക് സ്പ്ലിറ്റിംഗ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പീക്കിന് എന്തെങ്കിലും സ്പ്ലിറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നൈബറുഡായിട്ടുള്ള പ്രോട്ടോണുകളുടെ പ്രസൻസ് കൊണ്ട് മാത്രമാണ്. അതിൻ്റെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എൻ്റെ പീക്ക് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അവർ സ്പ്ലിറ്റ് ചെയ്യുന്നതോ എൻ്റെ പ്രസൻസ് കൊണ്ടായിരിക്കും. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പ്രോട്ടോണുകളുണ്ടല്ലോ, അപ്പം എൻ്റെ കയ്യിലുള്ള പ്രോട്ടോണുകൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാർ അവർക്കും എന്തായാലും സ്പ്ലിറ്റിംഗ് നടക്കുമല്ലോ. ആ പീക്കുകൾ പീക്കിന് സ്പ്ലിറ്റിംഗ് വരാനുള്ള കാരണം എന്തായിരിക്കും? എൻ്റെ അടുത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണമായിരിക്കും. അതാണ് നോക്കേണ്ടത്. ഇപ്പം ഞാനാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ എണ്ണം നോക്കണ്ട, എൻ്റെ നൈബർഹുഡിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയാൽ മതി. വി ഹാവ് ടു ലുക്ക് ഇൻ ടു ദി നൈബർഹുഡ്. പരിസരത്തുള്ള പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരുന്നത്. അതൊക്കെ ചെയ്യുമ്പം ക്ലിയർ ആവും. അതായത് ദാറ്റ് ഈസ് വി ഹാവ് ടു ചെക്ക് ഹൗ മെനി നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്രസൻറ്റ് ഇൻ ദ നൈബർഹുഡ്. എൻ്റെ തൊട്ടടുത്തുള്ള കാർബണിൽ എത്ര പ്രോട്ടോൺ പ്രസൻ്റ് ആണ്, നമ്പർ ഓഫ് പ്രോട്ടോൺ പ്രസൻറ്റ് ഇൻ ദ നൈബർഹുഡ്, ആ എണ്ണം നോക്കിയാൽ മതി. Okay, depending upon the number of the neighboring protons, our splitting will be according to ചുമ്മാ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യത്തില്ല, അതൊരു റൂളിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ദാറ്റ് റൂൾ ഈസ് കാൾഡ് n+1 റൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റിംഗ് നടക്കുക. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഇഫ് ദർ ആർ n number of protons present in the neighboring group. നൈബറിംഗ് ഗ്രൂപ്പിൽ n number of protons ഉണ്ടെന്നുണ്ടെങ്കിൽ then the splitting will be n+1. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ 2 പ്രോട്ടോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന സ്പ്ലിറ്റിംഗ് എത്രയായിരിക്കും? ഇവിടെ 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ എനിക്ക് വരുന്ന സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? 2+1 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എൻ്റെ സിഗ്നൽ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രോട്ടോൺ ആയിരുന്നു ഉണ്ടായിരുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നയാൾ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്യും? എൻ്റെ കയ്യിൽ ഒന്നേ ഉള്ളൂ, 1+1 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇത് ഒരാളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ n നമ്പർ ഓഫ് പ്രോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ, ഇനി എൻ്റെ അടുത്ത് അപ്പുറവും ഇപ്പുറവും ഒക്കെ വേറെ ആൾക്കാർ വരാമല്ലോ, ഞാൻ നടുക്ക് നിന്നിട്ട് ഇപ്പുറവും 2 സൈഡിലും വരാമല്ലോ. ഇഫ് ദർ ആർ മോർ ദാൻ 1 ടൈപ്പ് ഓഫ് ഹൈഡ്രജൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ നൈബർഹുഡ്, മോർ ദാൻ 1 ടൈപ്പ് ഓഫ് പ്രോട്ടോൺസ് വരികയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ n നമ്പർ ഓഫ് 1 ടൈപ്പ് ആൻഡ് n' നമ്പർ ഓഫ് അനദർ ടൈപ്പ്, ഒരിടത്ത് n നമ്പർ ഓഫ് പ്രോട്ടോൺസും ഇപ്പുറത്തെ സൈഡിൽ n' നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ 6 എന്നൊക്കെ പറഞ്ഞ് എടുത്തില്ലേ, അതുപോലെ ഇവിടെ അങ്ങനെ ആഡ് ചെയ്തല്ല എടുക്കാനുള്ളത്. ഇവിടെ ഇപ്പോൾ 3 പ്രോട്ടോൺ ഇപ്പുറത്ത് 3 പ്രോട്ടോണും കണ്ടുകൊണ്ട് 6 എന്ന് ആഡ് ചെയ്തല്ല നമ്മൾ എടുക്കാനുള്ളത്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? Here the splitting pattern will be obtained by an equation n+1 into n'+1. ഇവിടെ ഒരു 3 പ്രോട്ടോൺ ഇപ്പുറത്തൊരു 2 പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ 3+2 5, അപ്പോൾ 5+6 5+1 6. തെറ്റാണ്, അങ്ങനല്ല എടുക്കാനുള്ളത്. ഇവിടെ 3 പ്രോട്ടോൺ ഇപ്പുറത്ത് 2 പ്രോട്ടോൺ, അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും? 3+1 into 2+1 അങ്ങനെ വേണം എടുക്കാൻ. ക്ലിയർ അല്ലേ? ഇതാണ് n+1 റൂൾ. അപ്പം ഒരിടത്ത് n+1 അപ്ലൈ ചെയ്യും, മറ്റിടത്ത് n+1 into n'+1. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ സിഗ്നലുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഇനിയിപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വന്നിരിക്കുന്ന എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കതിനെ എന്തെന്ന് പറയാം? അതിന് ഓരോ പേര് കൊടുക്കാം. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ് ഈസ് 1 ഇറ്റ് ഈസ് കാൾഡ് എ സിംഗ്ലറ്റ്, 2 ആണെങ്കിൽ ഡബ്ലറ്റ്, 3 ട്രിപ്ലറ്റ്, 4 ക്വാഡ്രറ്റ്, 5 ക്വിൻറ്ററ്റ്, 6 ആണെങ്കിൽ സെക്സ്റ്ററ്റ്, 7 സെപ്റ്ററ്റ് ആൻഡ് സോ ഓൺ. ഇനി അതിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ 1 ആണെങ്കിൽ സിംഗ്ലറ്റ്, ഇറ്റ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു സിംഗ്ലറ്റ്, ഇറ്റ് വിൽ ബി സ്പ്ലിറ്റ് ഇൻ ടു ഡബ്ലറ്റ്. അപ്പോൾ സ്പ്ലിറ്റ് ഇൻ ടു 2 ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഡബ്ലറ്റ്. 3 ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രിപ്ലറ്റ്, 4 ഇറ്റ് ഈസ് ക്വാഡ്രറ്റ്, 5 ആണെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് എ ക്വിൻറ്ററ്റ്, ആൻഡ് 6 ആണെങ്കിൽ സെക്സ്റ്ററ്റ്, 7 ആണെങ്കിൽ സെപ്റ്ററ്റ് എക്സെട്ര. ഇങ്ങനെ നമുക്ക് പറയാം. ഇനി അപ്പം ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, പാസ്കൽസ് ട്രയാങ്കിളിന്. ഇത് നിങ്ങൾ കൊച്ചു ക്ലാസ്സിലേ പഠിച്ചു വരുന്നതാണ് പാസ്കൽസ് ട്രയാങ്കിൾ. അത് എഴുതാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം എന്തിനാണിത് ഇവിടെ പറയുന്നതെന്ന്.
ഈ പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ സ്പെക്ട്രം വരയ്ക്കുന്ന സമയത്ത് കുറച്ച് ആവശ്യം വരും. എങ്ങനെയാണ് എഴുതാൻ അറിയാമല്ലോ, 1 1 1, ഇവിടെ രണ്ട് സൈഡിലും 1 1 1 വരും. പിന്നെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ഫസ്റ്റിൽ 1, തൊട്ടടുത്തായിട്ട് സെക്കൻഡ് ലൈനിൽ 1 1, അത് കഴിഞ്ഞ് കാണാതെ പിടിക്കണ്ട, അടുത്ത് വരുന്നത് ഈ 1, രണ്ട് സൈഡിലും 1 വരും, ഈ രണ്ട് 1ഉം കൂടെ ചേർന്നിട്ട് 1 + 1 2, അതാണ് 1 2 1 വന്നത്. നെക്സ്റ്റ് ലൈൻ വന്നത് എങ്ങനെയാണ്, 1, then 1 + 2 3, 2 + 1 3 1, അടുത്ത് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക 4, മറ്റേ ആഡ് ചെയ്യുമ്പോൾ 6, then 4, ആ ലൈൻ വന്നു. അടുത്ത് 5 10 10 5, ആഡ് ചെയ്താണ് എഴുതി പോകുന്നത്. ഓക്കെ, ഇത് മുൻപ് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പം ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് സിംഗ്ലറ്റ് ആണെങ്കിൽ അറിയാം ഒരൊറ്റ പീക്കേ കാണുള്ളൂ, ഡബിളറ്റ് ആണെങ്കിൽ 2 പീക്ക് വരും. അത് 1 1 1 1 മീൻസ് ഇറ്റ് ഈസ് ഇൻ ഒരേ ഹൈറ്റിൽ നിങ്ങൾ വരച്ചാൽ മതി. ഇൻറ്റൻസിറ്റി ഒരേപോലെ വരയ്ക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ പാസ്കൽസ് ട്രയാങ്കിൾ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വന്നു. ഇനി ഇറ്റ് ഈസ് ട്രിപ്ലറ്റ്. അപ്പോൾ ട്രിപ്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ എന്തായാലും 3 സ്പ്ലിറ്റിംഗ് വരും. പക്ഷേ എങ്ങനെ വരയ്ക്കും, ആ വരകളുടെ ഹൈറ്റ് എങ്ങനെ വരയ്ക്കും, തോന്നും പോലെ വരച്ച് വയ്ക്കാൻ പറ്റില്ല. അത് വരയ്ക്കാനാണ് നമുക്കിത് യൂസ് ചെയ്യുക. അപ്പം ട്രിപ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ 1 1 2, ദാറ്റ് മീൻസ് ഈ പീക്കും ലാസ്റ്റ് പീക്കിൻ്റെയും ഹൈറ്റ് സെയിം ആയിരിക്കും, സെൻട്രൽ വരുന്നതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അടുത്ത ക്വാഡ്രറ്റ് ആണെങ്കിലോ ലാസ്റ്റിലത്തെ 2 പീക്കുകൾ ഏറ്റവും 4 എണ്ണം എന്തായാലും ഉണ്ടാവും. ലാസ്റ്റ് 1, ദീസ് ലാസ്റ്റ് 2, ഇത് രണ്ടും ഒരേ ഹൈറ്റ് ആയിരിക്കും. നടുക്ക് വരുന്ന 2 എണ്ണം അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റ് കൂടി ഒരേ ഹൈറ്റിലായിരിക്കും. അടുത്തത് ക്വിൻറ്ററ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് സ്പ്ലിറ്റിംഗ് പാറ്റേൺ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് നോക്കാം. പക്ഷേ ഈ പാസ്കൽസ് ട്രയാങ്കിളും കൂടെ ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇപ്പോൾ 1 വന്നാൽ അതിന് എന്ത് പറയും, 2 ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഡബിളറ്റ്, ട്രിപ്ലറ്റ്, ക്വാർട്ടറ്റ്, ക്വിൻറ്ററ്റ്, സെക്സ്റ്ററ്റ്, സെപ്റ്ററ്റ്, ഈ ഒരു പേരുകളും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി ഈ സ്പ്ലിറ്റിംഗ് ഇതിങ്ങനെ ചുമ്മാ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യത്തില്ല. സം റൂൾസ് ആർ ദെയർ. എന്താ ഫസ്റ്റ് റൂൾ, ദി splitting of the signal takes place only when non-equivalent protons are present in the adjacent carbon. എനിക്ക് സ്പ്ലിറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് എന്നെപ്പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യല്ല. ഞാനുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺ ഈസ് പ്രസൻറ്റ് ആണെങ്കിൽ മാത്രമേ, ഇഫ് നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺ ഈസ് പ്രസൻറ്റ് നിയറർ ടു മീ, അല്ലെങ്കിൽ അഡ്ജസൻറ്റ് കാർബണിൽ, എൻ്റെ തൊട്ടടുത്ത കാർബണിൽ നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സ്പ്ലിറ്റിംഗ് വരും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽ ടേക്സ് പ്ലേസ് ഓൺലി വെൻ ദ നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ഓൺ ദി അഡ്ജസൻറ്റ് കാർബൺ. അഡ്ജസൻറ്റ് കാർബണിൽ നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺ വന്നാൽ മാത്രമേ അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുകയുള്ളൂ. ഒരു റൂൾ. സെക്കൻഡ് വൺ, സെയിം ഈക്വലൻ്റ് പ്രോട്ടോൺസ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി സ്പ്ലിറ്റിംഗ്. ഞാൻ പറഞ്ഞു തന്നെയാണ്, ഈക്വലൻ്റ് പ്രോട്ടോൺസിന് സ്പ്ലിറ്റിംഗ് അവിടെ സംഭവിക്കില്ല. ഫോർ എക്സാമ്പിൾ CH2Cl 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 നമുക്കറിയാം അവിടെ രണ്ടും ഇക്വലൻ്റ് അല്ലേ, ആ രണ്ടിനും കൂടെ ചേർന്ന് ഒരു പീക്ക് കിട്ടുമെന്നും നമുക്കറിയാം. ആ ഒരു പീക്കായിട്ട് തന്നെ അവിടെ നിൽക്കും. അവിടെ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റിംഗ് ഒന്നും സംഭവിക്കില്ല. ആ ഒരൊറ്റ പീക്കേ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് റൂൾ എന്താ, if there is no hydrogen on the central carbon atom which is neighboring to the 4 carbon atoms, then also we cannot expect any splitting. അതായത് ലൈക്ക് ദിസ്, അതായത് ഒരു കാർബൺ, സെൻട്രൽ കാർബൺ, ആ സെൻട്രൽ കാർബണിനെ സറൗണ്ട് ചെയ്തിട്ട് വേറെ 4 കാർബൺ ആറ്റംസ് അറ്റാച്ച്ഡ് ദെയർ. ആ 4 കാർബൺ ആറ്റത്തിനകത്തും CH3 അവിടെ എല്ലാം പ്രോട്ടോൺസ് ആർ പ്രസൻറ്റ് ദെയർ. ബട്ട് ഹിയർ ഓൾസോ സ്പ്ലിറ്റിംഗ് ഡസ് നോട്ട് ടേക്സ് പ്ലേസ്. ആ സെൻട്രൽ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടായാൽ മാത്രമേ സ്പ്ലിറ്റിംഗ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ CH3 ഇതിൻ്റെ ഇപ്പുറത്തെ CH3യുടെ ഫലമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ സ്പ്ലിറ്റിംഗ് നടക്കില്ല. കാരണം സെൻട്രൽ കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടായിരുന്നുവെങ്കിൽ മാത്രമേ അവിടെ സ്പ്ലിറ്റിംഗ് നടക്കുകയുള്ളായിരുന്നു. ഓക്കെ, ഇതാണ് 3 റൂൾസ്. അതായത് നോൺ ഇക്വലൻ്റ്, ഇത് വെരി ഇമ്പോർട്ടൻറ്റ്, നോൺ ഇക്വലൻ്റ് പ്രോട്ടോൺസ് ഓൺലി ഗിവ് സ്പ്ലിറ്റിംഗ്, ഇക്വലൻ്റ് പ്രോട്ടോൺസ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി splitting. അതുപോലെ സെൻട്രൽ കാർബണിൽ there is no hydrogen, if there is no hydrogen atom present in the central carbon atom which is neighboring to the 4 carbon atoms, then also we cannot expect any splitting. These are the rules related to the splitting of signals. അപ്പം ഇതാണ് സിഗ്നലുകളുടെ സ്പ്ലിറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഇനി
ഒരു കാര്യം കൂടെ ഓക്കെ, അത് പറയുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എന്താ 1,1-dichloroethane. This is the structure 1,1-dichloroethane. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും എത്ര ടൈപ്പ് പ്രോട്ടോൺ ഉണ്ട്. ഹിയർ 2 type protons are present here, that is represented as A and B. ഫസ്റ്റ് ഒരു കോമ്പൗണ്ട് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം അത് ചെയ്യാം. ഓക്കെ, ദെൻ അപ്പോൾ how many types of protons present? Here it is 2 types of protons, therefore we get 2 peaks. അപ്പോൾ നമ്മൾ if we are taking the low resolution NMR, we can see 2 peaks are present there. ഇനി നമുക്ക് അടുത്ത് ഓക്കെ, ആ 2 peaksൽ which one comes in the low delta value and which one comes in the high delta value, അതാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. എങ്കിലല്ലേ നമ്മുടെ ഇപ്പോൾ കറക്റ്റ് ലോ റെസൊല്യൂഷൻ NMR എങ്ങനെ ഇരിക്കും എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ആ ലോ റെസൊല്യൂഷൻ NMR എന്താണോ അതിനല്ലേ സ്പ്ലിറ്റിങ്ങും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതറിയണമെങ്കിൽ ഇതിനകത്ത് ലോ ഡെൽറ്റ വാല്യൂവിൽ വന്നതാരാണ്, ഹൈ ഡെൽറ്റ വാല്യൂവിൽ വന്നതാരാണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ ഇതിനകത്ത് ആരായിരിക്കും ലോ ഡെൽറ്റ വാല്യൂവിൽ വരുന്നത്? ഹിയർ 2 chlorine atoms are attached to B, അതായത് the electron withdrawing chlorine atoms are attached to CH carbon, CH ഗ്രൂപ്പ് അല്ലെങ്കിൽ ബിയുമായിട്ട് 2 ഇലക്ട്രോൺ withdrawing groups are attached. Because of this electron withdrawing group, what will happen? This B proton, the protons in B will be de-shielded. അതിന് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വരുന്നതും ഇതൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തുകൊണ്ട് ഡീഷീൽഡിങ് ആയി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. അത് ഞാൻ വീണ്ടും പറയുകയാണ്. ആർക്കെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ പഴയ വീഡിയോസ് കണ്ട് മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പം ഡീഷീൽഡിങ് നമുക്ക് മനസ്സിലായി. ഇനി ബിക്കോസ് ഓഫ് ദിസ് ഡീഷീൽഡിങ് ദ പീക്ക് കറസ്പോണ്ടിങ് ടു ബി or the peak corresponding to this hydrogen will be obtained in the high delta value അല്ലെങ്കിൽ in the left hand side of the NMR spectrum, that is in the downfield region. ഇപ്പുറത്തെ സൈഡിലായിരിക്കും കിട്ടുക. ദെൻ മറ്റത് എവിടെ ആയിരിക്കും വരുന്നത്? ദെൻ CH3യുടെ എവിടെ ആയിരിക്കും വരിക? അതിൻ്റെ തൊട്ടിപ്പുറത്ത് TMSൻ്റെ തൊട്ടടുത്ത് റൈറ്റ് ഹാൻഡ് സൈഡിലായിരിക്കും വരുന്നത്. ദെൻ ദ സ്പെക്ട്രം വിൽ ബി ലൈക്ക് ദിസ്. TMSൻ്റെ 0യിൽ TMSൻ്റെ പീക്ക് കാണും, തൊട്ടടുത്തായിട്ട് പീക്ക് ഡ്യൂ ടു A ആൻഡ് ദെൻ ബിയുടെ പീക്ക്. ഓക്കെ, അപ്പം ഡെൽറ്റ വാല്യൂ ഇങ്ങോട്ട് കൂടി പോകും. അപ്പം ഈ രീതിയിലായിരിക്കും നമുക്ക് പീക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്താ നോക്കേണ്ടത്? സ്പ്ലിറ്റിംഗ് എങ്ങനെ വരുന്നു എന്നുള്ളതും കൂടെ നമുക്ക് നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളിതിപ്പം ഇപ്പോൾ കണ്ടത് എന്താണ്? നമ്മളിപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ ഈ കണ്ടത് എന്താണ് ശരിക്കും? ദിസ് ഈസ് എ ലോ റെസൊല്യൂഷൻ NMR സ്പെക്ട്രം. നൗ ഇഫ് വി ആർ ടേക്കിംഗ് എ ഹൈ റെസൊല്യൂഷൻ NMR, നമ്മൾ ഹൈ റെസൊല്യൂഷൻ NMR എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദ സ്പ്ലിറ്റിംഗ്. ഇപ്പോൾ കണ്ട പീക്ക് അകത്ത് കുഞ്ഞു സ്പ്ലിറ്റിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതെങ്ങനെ വരും? അപ്പോൾ CH3. Here this CH3 is in the neighborhood of CH protons. CH3 A is in the neighborhood of B. അപ്പോൾ ആ CH3 proton will split into 1 plus 1, that is 2. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. CH3 പ്രോട്ടോൺ, CH3ക്ക് നമുക്ക് സിഗ്നൽ കിട്ടിയത് എയിലല്ലേ. ദെൻ നമുക്ക് ആ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലായിരിക്കും വരിക. എ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണും. CH3 അവിടെ 3 ഉണ്ടെങ്കിലും ആ 3 എണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 3 + 1 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യില്ല. തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ബിയിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അനുസരിച്ചിട്ട് n+1, ദാറ്റ് ഈസ് 1 + 1, ദെൻ ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു 2. ഓക്കെ, ദെൻ അടുത്തത് CH3യുടെ അപ്പം 1 + 1. ഓക്കെ, therefore instead of this single peak we will get a 2 peak and it is called a doublet. അപ്പോൾ ആ ഡബ്ലറ്റ് എങ്ങനെ വരയ്ക്കാം? രണ്ടും സെയിം. നമ്മളിപ്പോൾ പാസ്കൽസ് ട്രയാങ്കിൾ എഴുതിയ അതിനനുസരിച്ച് 1 ആയിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പം സിമിലർ ആയിരിക്കും. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്നത് CH പ്രോട്ടോൺസ്. ദാറ്റ് CH, ആ CH ഈസ് ഇൻ ദ നൈബർഹുഡ് ഓഫ് CH3 പ്രോട്ടോൺസ്. ഇവിടെ ബി വന്നിരിക്കുന്നത് ബിയുടെ നൈബർഹുഡിൽ ആരാണുള്ളത്? A. CHൻ്റെ സമീപത്തായിട്ട് CH3 protons are present there, and because of this CH3 protons the peak due to CH will be split into 3 + 1, 4, 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. that is 4 means it is quadrate.
നമ്മൾ പാസ്കൽസ് ട്രയാങ്കിൾ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്വാഡ്രേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാം? അവിടെ അതിനകത്ത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ക്വാഡ്രേറ്റിൻ്റെ 1 3 3 1, അതായത് നിങ്ങൾ വരയ്ക്കുമ്പം 1 ലാസ്റ്റ് 1 ഇത് ഈ സൈഡിൽ ഉള്ള രണ്ടെണ്ണം ഒരേപോലെ വരയ്ക്കുക, അടുത്ത് സെൻറ്ററിൽ വരുന്ന രണ്ടെണ്ണം അതിനേക്കാളും ഹൈറ്റ് കൂടി ഒരേ ഹൈറ്റിൽ വരയ്ക്കുക. അതാണ് ഈ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് പരീക്ഷയ്ക്ക് വരയ്ക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ ലോ റെസൊല്യൂഷൻ എടുക്കുമ്പം വി ക്യാൻ സീ ദ സിംഗിൾ പീക്ക് ഓൺലി. ഇഫ് വി ആർ ടേക്കിംഗ് ദി ഹൈ റെസൊല്യൂഷൻ NMR then we can see the splitting inside each peak. ഓരോ പീക്കിൻ്റെയും ഉള്ളിലുള്ള ചെറിയ ചെറിയ സ്പ്ലിറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് വരുന്നത്. ഇനി ഈ സ്പ്ലിറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. വാട്ട് ഈസ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്നുള്ളതും കൂടെ അറിയണം. എന്താണ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 adjacent peaks within a multiplet is called coupling constant and it is denoted by the letter J. നമ്മൾ 2 adjacent പീക്ക് മൾട്ടിപ്ലറ്റിനകത്ത് ഇപ്പോൾ നമ്മളിവിടെ ഒരു പീക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് വന്നല്ലോ, ഒരു ഡബ്ലറ്റ് അല്ലെങ്കിൽ ഒരു ക്വാർട്രേറ്റ്, ഒരു ക്വിൻറ്ററ്റ്, ഇങ്ങനെ വരുന്ന മൾട്ടിപ്ലറ്റിനുള്ളിൽ ഉള്ള പീക്കുകൾ, കുഞ്ഞു കുഞ്ഞു പീക്കുകൾക്ക് ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ്, അഡ്ജസൻറ്റ് പീക്കുകളുടെ ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ദ ഫിഗർ. അങ്ങനെ ആ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് കാൾഡ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ J. The distance between 2 adjacent peaks within a multiplet, ഒരു രണ്ട് വിത്തിൻ എ മൾട്ടിപ്ലറ്റ്. ഇപ്പോൾ മൾട്ടിപ്ലറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഡബിളറ്റ് ആവാം, ക്വാർട്ടറ്റ് ആവാം, ക്വിൻറ്ററ്റ് ആവാം, ഏതാവാം. അതിനിടയിൽ 2 അഡ്ജസൻറ്റ് പീക്കുകൾക്കിടയിൽ വരുന്ന ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് കാൾഡ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഇഫ് വി ആർ ലുക്കിംഗ് അറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 adjacent peak ഇൻസൈഡ് ദ ഡബ്ലറ്റ് ഓർ എ ക്വാർട്ടറ്റ്, ഓൾ ദ ഡിസ്റ്റൻസസ് ആർ സെയിം. അതിന് എങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കണം, പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇപ്പോൾ നമ്മൾ ഡബ്ലറ്റ് എടുത്താലും ട്രിപ്ലറ്റ് എടുത്താലും ക്വാർട്ടറ്റ് എടുത്താലും ക്വിൻറ്ററ്റ് എടുത്താലും ഇതിനിടയിൽ വരുന്ന ആ ഒരു ഡിസ്റ്റൻസ്, ദാറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 ആർ സെയിം ആയിരിക്കും, സെയിം ഡിസ്റ്റൻസിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി ദിസ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്, ദിസ് ആക്ച്വലി ഗീവ്സ് ദ മെഷർ ഓഫ് ദ സ്പ്ലിറ്റിംഗ് ഇഫക്റ്റ്. ഇത് ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് സ്പ്ലിറ്റിംഗ് ഇഫക്റ്റാണ് നമുക്ക് തരുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ NMR സ്പെക്ട്രം എടുക്കുന്ന സമയത്ത് ഇൻ NMR സ്പെക്ട്രം വി ആർ യൂസിങ് സം ഫീൽഡ് സ്ട്രെങ്ത്, അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ബട്ട് ദിസ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത്. നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് സ്ട്രെങ്തുമായിട്ട് ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റിന് യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി അപ്പോൺ ദി മോളിക്കുലാർ സ്ട്രക്ചർ. നമ്മുടെ കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറിനെ മാത്രമാണ് ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഹെർട്സ്. ഓക്കെ, അപ്പം കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലറ്റുകൾക്കിടയിലുള്ള 2 അഡ്ജസൻറ്റ് സിഗ്നലുകൾക്കിടയിൽ വരുന്ന പീക്കുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കാൾഡ് എ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. അത് ഇപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് പീക്സ് ഇൻസൈഡ് എ ഡബ്ലറ്റ് ഓർ എ ക്വാർട്ടറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ദ ഡിസ്റ്റൻസസ് ആർ സെയിം. Then this coupling constant is independent of the applied field strength and it depends only on the എന്താണ് മോളിക്കുലാർ സ്ട്രക്ചർ. നമ്മുടെ മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിനെ മാത്രമാണ് ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ J ആൻഡ് ദ യൂണിറ്റ് ഓഫ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഈസ് ഹെർട്സ്. ഇതാണ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇതിവിടെ കോൺസ്റ്റൻ്റ് ആകുന്നത്? This is called a coupling constant because this value indicates the extent of interaction between the coupling nuclei. Constant ആണെന്ന് പറയാൻ കാരണം the value of J that indicate the extent of interaction between the coupling constant, coupling nuclei. Coupling nucleiകൾക്ക് ഇടയിൽ വരുന്ന extent of interaction depends on the extent of interaction. Because of that this coupling constant is a constant, it is called a constant. ഇനി ഈ കപ്ലിംഗ് ന്യൂക്ലിയൈ എന്ന് പറയുന്ന ഏതിനെയൊക്കെ ആയിരിക്കും? ചുമ്മാ അങ്ങനെ എന്താണെന്നുള്ള കൺഫ്യൂസ്ഡ് ആവേണ്ട, ഇത് ക്ലിയർ ആക്കിക്കോളാം.
എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കോമ്പൗണ്ട് CH3 രണ്ട് Cl അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കോമ്പൗണ്ട്, ഇവിടെ ഹിയർ ദ CH3 protons ആൻഡ് CH protons ആർ കപ്പിൾഡ് ടുഗദർ. ഇവിടെ CH3 പ്രോട്ടോണും CH പ്രോട്ടോണും പരസ്പരം കപ്പിൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് this compound there may have the interaction between these two. These CH protons and CH3 protons are coupled together means ഈ രണ്ട് പ്രോട്ടോണുകൾക്കിടയിലും അല്ലെങ്കിൽ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കിടയിലും some sort of interactions are present, and the more the interaction the higher will be the coupling constant. അതിൻ്റെ ഇടയിൽ വരുന്ന CHനും CH3ക്കും ഇടയിൽ വരുന്ന ഇൻട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ ക്ലിയർ ആക്കാം. എങ്ങനെ വരും? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അതോടെ ആ ഒരു കപ്ലിംഗ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്നത്? ദ പീക്ക് ഡ്യൂ ടു CH പ്രോട്ടോൺ, they will split due to the coupling with CH3 protons. അല്ലേ? അപ്പം ഞാൻ സ്പ്ലിറ്റ് ചെയ്തത് എൻ്റെ അടുത്തുണ്ടായിരുന്ന നൈബറിങ് പ്രോട്ടോണുകളുടെ എണ്ണത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബിക്കോസ് ഞാനും തൊട്ടടുത്ത പ്രോട്ടോണും തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സം സോർട്ട് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ മീ ആൻഡ് നൈബറിങ് പ്രോട്ടോൺ. ഞാനും തൊട്ടടുത്ത ആളുമായിട്ട് എന്തോ ഒരു ഇൻട്രാക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് വി ടുഗദർ ആർ കപ്പിൾഡ് ടുഗദർ, വി ബോത്ത് ആർ കപ്പിൾഡ് ടുഗദർ. അപ്പം ഇവിടെ നമുക്ക് പ്രോട്ടോണിൻ്റെ കേസിൽ ഇവിടെ പറയുകയാണെങ്കിലോ, ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിലോ, ഹിയർ ദ CH ആൻഡ് CH3 ആർ കപ്പിൾഡ്. അതായത് ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം എൻ്റെ അടുത്തുണ്ടായിരുന്ന ആളുമായിട്ട് അടുത്ത കാർബണുമായിട്ട് ഞാൻ ഒരു കപ്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ്. The peak due to CH proton will split due to the coupling with CH3. ഇനി അതുപോലെ തിരിച്ചോ, അറ്റ് ദ സെയിം ടൈം തൊട്ടടുത്ത് ഇപ്പുറത്തിരുന്ന ആൾ സ്പ്ലിറ്റ് ചെയ്തതോ, അത് സ്പ്ലിറ്റ് ചെയ്യാൻ കാരണം നൈബറിങ് പ്രോട്ടോൺ സ്പ്ലിറ്റ് ചെയ്യാനുള്ള കാരണം ഞാനുമായിട്ട് കപ്പിൾ ചെയ്തതാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ദ പീക്ക് ഡ്യൂ ടു CH3 will split due to the coupling with CH proton. അതായത് കുറച്ചുകൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ബി എയുമായിട്ട് കപ്പിൾ ചെയ്തത് കൊണ്ടാണ് ബി സ്പ്ലിറ്റ് ചെയ്തത്, എ ബിയുമായിട്ട് കപ്പിൾ ചെയ്തത് കൊണ്ടാണ് എ സ്പ്ലിറ്റ് ചെയ്തത്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതാണ് ശരിക്കും ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ കൺസിഡർ വൺ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ HACCHB, അതായത് രണ്ട് കാർബൺ, ആ രണ്ട് കാർബണിന് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹൈഡ്രജൻസ് ആർ പ്രസൻറ്റ് ദെയർ ലൈക്ക് HA ആൻഡ് HB. If two carbon atoms and two hydrogens, two different type of hydrogens are present in the neighborhood. അത് ഒരെണ്ണം HA, another one HB. Here we can say that the HA will be split due to HB. പറയുന്നത് ശ്രദ്ധിച്ചോളാം. HA will be split due to HB. That is, this HA will have a coupling with HB. HBയുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ, ഒരു കപ്ലിംഗ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് HA സ്പ്ലിറ്റ് ചെയ്തത്. അല്ല ചുമ്മാ അത് അവിടെ വന്നിരിക്കുന്നത് കൊണ്ടല്ല, കപ്ലിംഗ് അവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് കപ്ലിംഗ് the peak due to HA will split. അതുപോലെ തിരിച്ചു പറയുകയാണെങ്കിലോ, ആൻഡ് ദി HB will be split due to HA. ഇവിടെ HB ആ HAയുടെ പ്രസൻസിൻ്റെ ഫലമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Thus we can say that this HB will have a coupling with HA. HBയുമായിട്ടൊരു കപ്ലിംഗ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് HA സ്പ്ലിറ്റ് ചെയ്തത്. ഇങ്ങനെയാണ് നമുക്കിത് പറയാൻ പറ്റുക. അപ്പോൾ നമ്മളിപ്പം രണ്ട് സ്പ്ലിറ്റിങ്ങും പറഞ്ഞു, അപ്പം അവിടെ കപ്ലിംഗ് ഉണ്ടെന്നും പറഞ്ഞു. ദെൻ ഇവിടുത്തെ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് എങ്ങനെയായിരിക്കും? ദസ് ദ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വിൽ ബി JAB ആൻഡ് JBA. അപ്പോൾ ഇവിടെ രണ്ട് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വരും. ഏതൊക്കെയാണ്? JAB ആൻഡ് JBA. വാട്ട് ഈസ് JAB ആൻഡ് വാട്ട് ഈസ് JBA? എന്തായിരിക്കും? ഒന്നുമില്ല. JAB means that represents the coupling constant of proton A. Proton Aയുടെ coupling constant ആണ് നമ്മുടെ JAB represent ചെയ്യുന്നത്. That represents the coupling constant of the proton A. എവിടെ നിന്ന് വന്നു? Due to the coupling with B.
ബിയുമായിട്ട് കപ്ലിംഗ് ചെയ്തതിൻ്റെ ഫലമായിട്ട് എക്കുണ്ടായ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ് ജെ എ ബി. അതുപോലെ തിരിച്ചോ, ജെ ബി എ എന്തായിരിക്കും പറയുക? ജെ ബി എ റെപ്രസെൻറ്റ്സ് ദ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ഓഫ് ബി ഡ്യൂ ടു ദ കപ്ലിംഗ് വിത്ത് എ. എയുമായിട്ട് കപ്പിൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് ബിക്കുണ്ടായ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ആണ് ജെ ബി എ. ഇങ്ങനെയാണ് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ഇവിടെ എടുത്തു. നേരത്തെ പറഞ്ഞത് രണ്ടും സെയിം ആയിരിക്കും എന്ന്. അപ്പോൾ നമ്മൾ ഇനി ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇഫ് വി ആർ ലുക്കിംഗ് ടു ദ കപ്ലിംഗ് കോൺസ്റ്റൻ്റ് ഓഫ് ദീസ് ബോത്ത് സിഗ്നൽസ്, അവിടെ എയുടെ സിഗ്നലിൻ്റെയും ബി സിഗ്നലിൻ്റെയും കപ്ലിംഗ് കോൺസ്റ്റൻ്റ് വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ, then we can see that this JAB is equal to JBA. രണ്ടും ഈക്വൽ ആണെന്ന് കാണാം. അതാണ് this is called coupling constant. അപ്പോൾ ഈ കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിലാക്കി പഠിച്ചേക്കാൻ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. കപ്ലിംഗ് കോൺസ്റ്റൻറ്റ് ആൻഡ് സ്പ്ലിറ്റിംഗ്. ഈ സ്പ്ലിറ്റിംഗ് വെച്ച് വേണം നമുക്ക് ഇനി അടുത്ത് NMRൻ്റെ ബാക്കി ഇനി കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചർ കിട്ടിയാലൊക്കെ ചെയ്യണ്ടേ. അത് മനസ്സിലാകണമെങ്കിൽ ആ ഒരു NMR ഇൻ്റർപ്രിട്ടേഷനൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിംഗ് മനസ്സിലായിരിക്കണം. അപ്പം നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇന്ന് പഠിപ്പിച്ച പോർഷൻസ് നമ്മളിന്ന് എന്താ ആദ്യം പറഞ്ഞ ഏരിയ അണ്ടർ ദ കർവ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി, ദെൻ സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽസ്, ആ സ്പ്ലിറ്റിംഗ് ഓഫ് സിഗ്നൽസ് വരാനുള്ള സം റൂൾസ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പഠിച്ച കപ്ലിംഗ് കോൺസ്റ്റൻറ്റ്. ഈ 4 കാര്യങ്ങൾ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.